നരഭോജി കടുവയെ പിടികൂടിയിട്ടുണ്ട്. കൂടല്ലൂരിൽ ക്ഷീരകർഷകൻ പ്രതീഷിനെ കടിച്ചു കൊന്ന കടുവയാണ് പിടികൂടിയത്. പ്രതീഷ് മരിച്ച് 10ാം ദിവസമാണ് കടുവയെ കൂട്ടിൽ ആക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം ഇപ്പോൾ കടുവയെ കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് ചേരുന്നു വയനാട്ടിൽ നിന്ന്. ജിൻസ്, എപ്പോഴാണ് ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞത്? ഇപ്പോൾ അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഉയരുന്നുണ്ടോ? കാരണം കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം നേരത്തെ മുതൽ തന്നെ നാട്ടുകാർ ഉയർത്തുന്നതാണ്. എന്താണ് വനംവകുപ്പിന്റെ ഈ വിഷയത്തിലെ തീരുമാനം? അല്പസമയം മുൻപാണ് ഈ കടുവ പ്രതീഷിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും ഏകദേശം 200 മീറ്റർ അകലെയുള്ള വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ കടുവയെ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. വലിയ പ്രതിഷേധമാണ് നിലവിൽ ഈ സ്ഥലത്ത് വരുന്നത്. ഈ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ മുഴുവൻ ആളുകളും ഈ സമീപ തോട്ടത്തിലേക്ക് ഈ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവര് എത്രയും പെട്ടെന്ന് ഇതിനെ വെടിവെച്ച് കൊല്ലാതെ ഇതിനെ വിടില്ല എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. എന്തായാലും ഈ 10ാം ദിവസമാണ് ഈ കടുവ നിലവിൽ ഈ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ കുടുങ്ങുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വാഗിയിൽ സന്തോഷിന്റെ പശുവിനെ ആക്രമിച്ചു. ഇന്നലെയും ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. വനംവകുപ്പ് അതിഊർജിതമായ നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോൾ നിലവിൽ ഈ കടുവയെ ബത്തേരിയിലുള്ള ഈ കടുവ പരിചരണ കേന്ദ്രത്തിലേക്കാണ് മാറ്റുക. പക്ഷേ നിലവിൽ ഇവിടെ ഈ കടുവയെ കൊണ്ടുപോകാൻ തടഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നാട്ടുകാർ മുഴുവനും ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഈ ജനങ്ങളെ പ്രതിഷേധത്തെ സമീപിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇതിനെ ബത്തേരിയിലുള്ള കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ പ്രജീഷിനെ കൊലപ്പെടുത്തിയിട്ടുള്ള ഈ ഭാഗത്ത് ആദ്യം സ്ഥാപിച്ച ഈ കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങുന്നത്. അതിനുശേഷം തന്നെ ഉടൻ തന്നെ ഇതിനെ മാറ്റാനുള്ള ശ്രമങ്ങളായിരുന്നു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇത് തടയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിലവിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഈ കൂട് വെച്ചിട്ടുള്ള ഈ കടുവ കുടുങ്ങിയിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ആളുകൾ കടുത്തേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ജിൻസ്, ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. സാധാരണ നരഭോജി കടുവയെ കൊല്ലാൻ കഴിയുന്നതാണ്, അത്തരം നിയമമുള്ളതാണ്. പക്ഷേ ഒരു കടുവയെ മാത്രം ഒരു മനുഷ്യനെ മാത്രം കൊലപ്പെടുത്തിയ ഒരു കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില നിയമ തടസ്സങ്ങളുണ്ട് എന്നാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ എന്താണ് നാട്ടുകാരുടെ നിലപാട്? ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ വനംവകുപ്പ് വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ? അതോ അവരെ അനുനയിപ്പിച്ചുകൊണ്ട് കടുവയെ കൊണ്ടുപോകാനായിരിക്കുമോ നീക്കം? തീർച്ചയായും ഇവരെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ കടുവയെ ഇവിടെ നിന്നും ബത്തേരിയിലെ കുപ്പാടിയിലുള്ള കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നടപടിയിലേക്കാണ് വനംവകുപ്പും അതുപോലെ തന്നെ പോലീസും ഉള്ളത്. എന്നാൽ ഒരു കാരണവശാലും ഈ കടുവയെ ജീവനോടെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. ഈ പ്രദേശത്ത് നിന്ന് മുഴുവൻ ജനങ്ങളും ഈ കടുവ കുടുങ്ങിയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആളുകൾ കടുത്ത ഭീതിയിലാണ്. വനംവകുപ്പിനെതിരെയും പോലീസിനെതിരെയും വലിയ രൂക്ഷമായ ഒരു ഭാഷയിലാണ് ഇപ്പോൾ മുദ്രാവാക്യങ്ങളുമായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എന്തായാലും ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതേസമയം ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഇതിനെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റാനുള്ള നീക്കമാണ്
അല്പസമയത്തിനകം ഈ ജനങ്ങളെ അനുനയിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാനുള്ള ഒരു നടപടിയിലേക്കാണ്. വ്യക്തമാണ്. ജിൻസ് ആണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ നരഭോജി കടുവയെ പിടികൂടിയത് നാട്ടുകാരെ സംബന്ധിച്ചും കർഷകരെ സംബന്ധിച്ചും ആശ്വാസകരമായ കാര്യമാണ്. വാഗേരി സ്വദേശി പ്രജീഷിനെ കടിച്ചു കൊന്ന് 10ാം ദിവസമാണ് ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.